പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളായ ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് അങ്ങ് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ കൃപയിൽ വളർന്ന് വിധേയത്വത്തില് വിശുദ്ധിയില് വലിയ അനുഗ്രഹിക്കപ്പെട്ട മക്കളായിട്ട് ജീവിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ മക്കളെങ്ങ് തോൽക്കാതിരിക്കട്ടെ, ഞങ്ങളുടെ മക്കൾ വിജയിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ ആരോഗ്യത്തില്, കൃപയില്, സന്തോഷത്തില്, സമാധാനത്തില്, വലിയ ശക്തിയില് മുന്നോട്ട് പോകട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ മക്കളുടെ സ്വാതന്ത്ര്യത്തോടും അഭിഷേകത്തോടും കരുത്തോടും കൂടി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി ഞങ്ങളുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ഞങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെടും. കാരണം ഈ മക്കളെ, മാതാപിതാക്കളെ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭരമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചവനോട് മക്കൾക്ക് വേണ്ടി ഈ ഉത്തരവാദിത്വപ്പെട്ട അപ്പനും അമ്മയും ഒരച്ഛനും ഒരു കന്യാസ്ത്രീയും പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെട്ടിരിക്കും. നമ്മള് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തില് 11 മുതൽ തിരുവചന ഭാഗത്തില് നായിമിലെ ഒരു വിധവയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. വിധവയാണ്, ഏകമകൻ മരിച്ചു. അവന് ശവമഞ്ചവും പേറിക്കൊണ്ട് അവൻ അടക്കാൻ വേണ്ടി പോകുമ്പോ ഈ അമ്മ കരഞ്ഞുകൊണ്ട് ഈ ശവമഞ്ചത്തിന്റെ പിന്നാലെ നടക്കുക. ഇത് കണ്ടിട്ട്, ഈ അമ്മയുടെ കണ്ണീര് കണ്ടിട്ട് ഈശോ ചെയ്ത പ്രവൃത്തി നമുക്കറിയാം. ആ മകനെ ഉയർപ്പിച്ച് അമ്മയുടെ കയ്യിലേൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നശിച്ചു പോയ, പലതിനും അടിമപ്പെട്ടു പോയ, മരിച്ച പോലെ ജീവിക്കുന്ന അനേക മക്കളെ ഓർത്ത് നിലവിളിച്ച് കണ്ണീരൊഴുക്കി മക്കൾക്ക് വേണ്ടി അപ്പനും അമ്മയും പ്രാർത്ഥിച്ചാൽ അത് കണ്ടാൽ അനുകമ്പ തോന്നുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ കണ്ണീരോടെ ആ മകന്റെ കൂടെ, ആ മകളുടെ കൂടെ അവന്റെ അവസ്ഥയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ, അപ്പാ അമ്മേ, അനുകമ്പയുള്ള കർത്താവ് ആ കുഞ്ഞിനെ സുഖപ്പെടുത്തി വിടുവിച്ചെടുത്ത് ജീവൻ നൽകി നിന്നെ ഭരമേൽപ്പിക്കും. ഈ അമ്മേനെ ഭരമേൽപ്പിച്ചു എന്നാ പറയാ. എന്നെ പ്രിയപ്പെട്ടവനെ, ഈ കർത്താവിന് മുമ്പിൽ ഇന്ന് നമുക്ക് നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ അനുസരണത്തിലും ബഹുമാനത്തിലും നമ്മുടെ മക്കൾ വളരാൻ വേണ്ട വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വലിയൊരു കൃപയാണ്, അഭിഷേകമാണ്, അനുഗ്രഹമാണ്. അനുസരണമില്ലാതെ, ഒരു ബഹുമാനമില്ലാതെ, വിധേയത്വമില്ലാതെ കുടുംബത്തിൽ നിന്ന്, അധ്യാപകരിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒത്തിരിയേറെ ശാപങ്ങളും കണ്ണുനീരും നെടുവീർപ്പുകളും. അതുകൊണ്ട് അനുഗ്രഹത്തിന്റെ വലിയൊരു മേഖലയാണ് അനുസരണം എന്ന് പറഞ്ഞാൽ, അനുസരണമാണല്ലോ ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് സാവോളിനോട് കർത്താവ് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനുസരിക്കണം. ദൈവത്തെ അനുസരിച്ച്, വചനമനുസരിച്ച്, മാതാപിതാക്കളെ അനുസരിച്ച്, ഗുരുഭൂതന്മാരെ അനുസരിച്ച് വളരണം. അതിനു വേണ്ട ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രഭാഷണ പുസ്തകത്തില് മക്കളുടെ അനുഗ്രഹങ്ങളെ കുറിച്ച്, സുരക്ഷിതത്വത്തെ കുറിച്ച്, വളർച്ചയെ കുറിച്ച് എല്ലാം പറയുമ്പോ 3-ാം അധ്യായത്തിലെ പ്രഭാഷകൻ പറയുന്നുണ്ട്, മാതാപിതാക്കൾ കടമയുണ്ട്. അതിൽ പലവട്ടം പറയുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ അനുസരിക്കണം, അവരെ സന്തോഷിപ്പിക്കണം. അമ്മയ്ക്ക് അവകാശമുണ്ട്. എന്നാലും അനേക മക്കള് മാതാപിതാക്കളെ വേദനിപ്പിച്ച്, അവരോട് മല്ലടിച്ച്, അവരെ കരയിപ്പിച്ച്, അവരെ അസ്വസ്ഥപ്പെടുത്തുമ്പോ അറിയാതെ ഈ മാതാപിതാക്കൾ ശപിക്കുകയോ പ്രാവുകയോ അവരെ ചൊല്ലി കരയുകയോ നെടുവീർപ്പെടുകയോ ചെയ്താൽ നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹം ലഭിക്കാതെ പോകുന്നു. അങ്ങനെ ഒത്തിരി മക്കളെ കണ്ടിട്ട് അപ്പനെ തല്ലുന്നു, അമ്മേനെ തല്ലുന്നു, വഴക്ക്, ഒച്ചപ്പാട്, ബഹളം. അവരെ വേദനിപ്പിക്കാവുന്ന രീതിയിൽ വേദനിപ്പിക്കുന്നു. അനുസരിക്കത്തില്ല, പഠിക്കത്തില്ല. ഇവര് കഷ്ടപ്പെട്ടിട്ടും ഒരു ഫലമില്ലാത്ത രീതിയിൽ കാണിക്കുമ്പോ ഈ അപ്പന്റെ അമ്മയുടെ ഇനി അധ്യാപകര്, ചില വൈദികര്, ആത്മാക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന വൈദികരുണ്ട്. എനിക്കറിയാം. ആത്മാക്കൾക്ക് വേണ്ടി, ചില മക്കൾക്ക് വേണ്ടി, എന്റെ ജീവിതത്തിൽ ഒത്തിരി മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോ ഫലം കിട്ടാതെ വരുമ്പോ, എന്നാലും എന്റെ ദൈവമേ, പ്രിയപ്പെട്ട മക്കളെ, ആ സങ്കടം, ആ ഒരു നെടുവീർപ്പ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കള് അനുസരിച്ച്
മാതാപിതാക്കളെ ബഹുമാനിച്ച്, അധ്യാപകരെ സന്തോഷിപ്പിച്ച്, ഗുരുബോധരെ ബഹുമാനിച്ച് സ്നേഹിച്ച്, അവരെ സന്തോഷിപ്പിച്ച് സ്നേഹിച്ച്, നല്ല വിധേയത്വത്തിലും അനുസരണ ഈശോ പറഞ്ഞില്ലേ, പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെ മുമ്പിൽ പ്രീതിയിൽ, നമ്മുടെ മക്കൾ പ്രീതിയിൽ വളരണം. അനുസരിക്കാത്ത മക്കള്, ബഹുമാനിക്കാത്ത മക്കള് എങ്ങനെ ഈ കാർന്നമാരെ പ്രീതിയിൽ വളരും? എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയൊരു മേഖലയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കും. ഈശോയോടും യോസേപ്പ് പിതാവിനോടും മാതാവിനോടും കണ്ണീരോടെ പ്രാർത്ഥിക്കാം. എന്റെ യേശുവേ, എന്റെ പരിശുദ്ധ അമ്മേ, യോസേപ്പ് പിതാവേ, എന്റെ കുഞ്ഞിനെ സമർപ്പിക്കുന്നു, എന്റെ മക്കളെ സമർപ്പിക്കുന്നു. എന്റെ മക്കള്, ഞങ്ങളുടെ മക്കള് ഉണ്ണീശോയെ പോലെ അനുസരിച്ച് ആ വലിയ ബഹുമാനത്തില്, ദൈവത്തിന് മുമ്പില്, മനുഷ്യരുടെ മുമ്പില്, പ്രീതിയിലും ഒക്കെ നന്മയിലൊക്കെ വളർന്നു വരട്ടെ. അതിനുവേണ്ട അഭിഷേകം അത് ചോദിച്ചു വാങ്ങണം. മക്കളെ ശാസിച്ചിട്ട് ഇനി കാര്യമില്ല. മക്കളെ, ഈ മക്കൾക്ക് വേണ്ടി, ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കണം, ഉപവസിച്ചു പ്രാർത്ഥിക്കണം, ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി കൃപയുടെ നിറവുള്ള അമ്മയെ പരമേൽപ്പിക്കണം. അമ്മയുടെ നീലങ്കിക്കുള്ളിലും യോസേപ്പ് പിതാവിന്റെ പവിത്ര മേലങ്കിക്കുള്ളിലും, അമ്മയുടെ വിമല ഹൃദയത്തിലും യോസേപ്പ് പിതാവിന്റെ നിർമ്മല ഹൃദയത്തിലും നമ്മുടെ മക്കളെ പ്രതിഷ്ഠിക്കാം. ഉണ്ണീശോയുടെ വലിയൊരു മാതൃക നമ്മുടെ മക്കളെ ഉത്തേജിപ്പിക്കട്ടെ, സ്നേഹത്തിൽ വളരാൻ. അങ്ങനെ നമ്മുടെ മക്കള് എല്ലാവരുടെയും അനുഗ്രഹത്തിന് പാത്രമാകണം. പറഞ്ഞത് അമ്മയുടെ അനുഗ്രഹം മാതാവിനെ സന്തോഷിപ്പിക്കണം, അപ്പനെ സന്തോഷിപ്പിക്കണം. അപ്പനും അമ്മയും സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്ന അവസ്ഥയിൽ അനുസരിച്ച് വിധേയത്തില് ബഹുമാനിച്ച് സ്നേഹിച്ച് നമ്മുടെ മക്കൾ ജീവിച്ചാൽ എന്തുമാത്രം അധ്യാപകരുടെ അനുഗ്രഹം, ഗുരുബോധയുടെ അനുഗ്രഹം, അപ്പന്റെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം കിട്ടുന്ന രീതിയിൽ അനുസരണത്തിലും ബഹുമാനത്തിലും ആ ഒരു വിധേയത്വത്തിലും എളിമയിലും നമ്മുടെ മക്കൾ വളരണം. അത് കണ്ട് നമ്മുടെ മാതാപിതാക്കൾ സന്തോഷിക്കണം. അങ്ങനെ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് എൻ്റെ മോനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ അങ്ങനെ പറയാനിടയാകുന്ന രീതിയിൽ നമ്മുടെ മക്കൾ വളരുന്ന അനുസരിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, അനുസരിക്കാത്തതിന്റെ പേരിൽ മക്കളെ ഓർത്ത് ഒത്തിരി കരയുന്ന അപ്പന്മാരമ്മമാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കരച്ചിലൊക്കെ നിർത്തിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, അനുസരണത്തിന് അഭിഷേകം നൽകണമേ, ബഹുമാനത്തിന് അനുസരണത്തിന്റെയും വിധേയത്വത്തിന്റെയും അഭിഷേകം നൽകണമേ. ഞങ്ങളുടെ മക്കൾ നന്മയിൽ വളരട്ടെ, അനുസരിച്ച് വളരട്ടെ, കൃപയിൽ വളരട്ടെ. ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഇന്ന് മക്കൾക്ക് ഇന്നല്ലട്ടോ എന്നും പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ ഒരു നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ മക്കൾ കൃപയിൽ വളർന്ന് നന്മയിൽ വളർന്ന് അഭിഷേകത്തിൽ ജ്വലിച്ച് ആ വലിയ കരുത്തിൽ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ച് കർത്താവിന്റെ വാഗ്ദാനങ്ങളൊക്കെ പ്രാപിക്കുവാൻ ഇടയാകട്ടെ. നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങളുടെ മക്കൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, ഉണ്ണീശോയെ ഞങ്ങളുടെ മക്കളെ സഹായിക്കണം. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വലിയ പ്രാർത്ഥനയോടെ ദിവ്യാനുസരണതയിൽ അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾ അനുസരണത്തിലും വിധേയത്വത്തിലും ബഹുമാനത്തിലും വളർന്നു വരാൻ സ്വർഗത്തിന്റെ കൃപകളാൽ നിറച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വെറുപ്പിന്റെയും എതിർപ്പിന്റെയും അനുസരണക്കേണ്ടിയും ആത്മാക്കൾ നമ്മുടെ മക്കൾ വിട്ടുമാറി പോകണം. പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട് നമ്മുടെ മക്കൾ നയിക്കപ്പെടണം. വലിയ അഭിഷേകത്തിനായിട്ട് ദിവ്യാനുസരണതയിൽ നമ്മുടെ മക്കൾക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ എല്ലാവരെയും അതിലൂടെ നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ദിവ്യകാരുണ്യീശോയെ, പരമപരിശുദ്ധനായ കർത്താവേ, ഞങ്ങളുടെ എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നിറച്ചു നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് കർത്താവേ, മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ അനുസരണത്തിലും പ്രായത്തിലും ജ്ഞാനത്തിലും കർത്താവേ, അങ്ങയുടെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും പ്രീതിയിലും സ്നേഹത്തിലും വിശുദ്ധിയിലും വളർന്നു വരുവാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന്
ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈശോയെ, അങ്ങ് തിരുക്കുടുംബത്തിലായിരുന്നപ്പോ മാതാവിനെയും യോസേപ്പിതാവിനെയും അനുസരിച്ച് വിധേയത്തിൽ ജീവിച്ച പോലെ മനുഷ്യരുടെ മുമ്പില് സ്നേഹത്തിലും അനുസരണത്തിലും ബഹുമാനത്തിലും എളിമയിലും വിശ്വസ്തതയിലും ഒക്കെ ജീവിച്ച പോലെ ഞങ്ങളുടെ മക്കള് മാതാപിതാക്കളെ ബഹുമാനിച്ച് സ്നേഹിക്കാൻ, അനുസരിക്കാൻ, ഗുരുബോധരെ സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ, അനുസരിക്കാൻ, അങ്ങനെ എല്ലാവരുടെയും സന്തോഷത്തിനും പ്രീതിക്കും പാത്രമായി ജീവിക്കാനും ഇടയാക്കണമേ കർത്താവേ. മാതാപിതാക്കളായി ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ മക്കളുടെ മേൽ വീടിരിക്കുന്ന കണ്ണുനീര്, ചില ശാപങ്ങള്, ഞങ്ങളുടെ കുടുംബത്തില് മാതാപിതാക്കൾ മക്കളെ ശപിച്ചു, അവരുമായിട്ട് ബന്ധപ്പെട്ട ശാപങ്ങള്, നെടുവീർപ്പുകള്, കണ്ണുനീര്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അസ്വസ്ഥതകള് ഈശോയെ എല്ലാം അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. അതെല്ലാം എടുത്തു മാറ്റണമേ. മാതാപിതാക്കളും മക്കൾ നമ്മളെ ബന്ധത്തിലും അനുസരണക്കേടിന്റെ, കണ്ണുനീർ വീഴ്ത്തിയതിന്റെ, അനുസരിക്കാതെ വേദനിപ്പിച്ചതിന്റെ എല്ലാ കണ്ണുനീരും നൊമ്പരങ്ങളും നെടുവീർപ്പുകളും ചില ശാപവാക്കുകളും എല്ലാ ശാപത്തിന് ശക്തികളും അതിലൂടെ പിശാചിന് ലഭിച്ച ആധിപത്യങ്ങൾ, അധികാരികൾ എല്ലാം എടുത്തു മാറ്റണമേ. ഞങ്ങളോടും ക്ഷമിക്കണമേ. മാതാപിതാക്കളായി ഞങ്ങളോടും എല്ലാ മാതാപിതാക്കളോടും ക്ഷമിക്കണമേ. മക്കളെ ശപിച്ചതിനെ ഓർത്ത്, അവരെ ഓർത്ത് നെടുവീർപ്പിട്ട് സങ്കടപ്പെട്ട് പഴിച്ചതിനെ ഓർത്ത്, പ്രാഗിയതിനെ ഓർത്ത് ഈശോയെ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ മക്കള് അതിനിടയാകാത്ത വിധം ഇനി അനുസരണത്തിലും ബഹുമാനത്തിലും സ്നേഹത്തിലും എല്ലാം ജീവിക്കുവാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി കർത്താവേ ഞങ്ങളുടെ എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, കൃപ ചൊരിയണമേ. അനുസരണത്തിന് ആത്മാവ് നിറയട്ടെ. വെറുപ്പിന്റെ, അനുസരണക്കേടിന്റെ, വാശിയുടെ, തന്നിട്ട സ്വഭാവത്തിന്റെ എല്ലാ ശക്തികളും വിട്ടുമാറി പോകട്ടെ. പിശാചിന്റെ കെട്ടുകൾ പൊട്ടട്ടെ. ഞങ്ങളുടെ മക്കൾ ആത്മാവിനാൽ നിറഞ്ഞ് സ്നേഹത്തിന്റെ ആത്മാവ്, അനുസരണത്തിന്റെ ആത്മാവ്, ബഹുമാനത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് കർത്താവേ ഞങ്ങളുടെ മക്കളെ നയിക്കട്ടെ, നിയന്ത്രിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഞങ്ങളുടെ മക്കളെ എപ്പോഴും അനുഗ്രഹിക്കപ്പെടുന്ന രീതിയിൽ, മാതാപിതാക്കളാൽ, ഗുരുഭൂതന്മാരാൽ, മറ്റുള്ളവരാൽ അനുഗ്രഹിക്കപ്പെടുന്ന രീതിയിൽ എളിമയിലും സ്നേഹത്തിലും അനുസരണത്തിലും നല്ല സ്വഭാവത്തിലും പ്രീതിയിലും വളരട്ടെ. അതിനായിട്ടുള്ള വലിയ കൃപയ്ക്കായി ഇന്ന് യോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഉപവാസവും ജപമാലയും കരുണയുടെ ജപമാലകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കളുടെ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട മക്കളെ ഏറ്റവും എളിമയോടെ, കണ്ണുനീരോടെ, വലിയ ദാഹത്തോടെ നമ്മുടെ കർത്താവിന് മുമ്പിൽ നമ്മുടെ മക്കൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്കെല്ലാം വരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.